ഈ ഒരൊറ്റ ഫില്ലിങ് വെച്ച് ഇഫ്താർ ടൈമിൽ സമയം ലാഭിച്ചുകൊണ്ട് നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിനെയൊക്കെ ഞെട്ടിച്ച് ടേബിൾ നിറയെ നമുക്ക് സ്നാക്സ് തയ്യാറാക്കാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഈ സ്നാക്സ് റെസിപ്പീസ് വ്യത്യസ്ത രുചിയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫില്ലിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു തരട്ടെ. അതിനായിട്ട് 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കട്ടകളില്ലാതെ ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസ് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചിക്കന് പകരമായിട്ട് നമുക്ക് ബീഫ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് ചിക്കനിൽ കുറച്ച് കുരുമുളക് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഇപ്പോൾ ചേർത്തത് 1/2 ടീസ്പൂൺ ഗരം മസാല ആണ്. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ചിക്കനിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബാക്കി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ എന്നിട്ട് കട്ടകളില്ലാതെ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് അടുത്തതായി 1 കപ്പ് മൈദ എടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അയമോദകമാണ്. അപ്പോൾ അയമോദകം ചേർത്ത് കൊടുക്കുന്ന നമുക്ക് ഗ്യാസ് നെഞ്ചരിച്ചിലൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇത് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മാവിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം എടുക്കാം. 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട, കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്ത് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത ശേഷം നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ട് ക്ലീൻ ചെയ്ത കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കാം. മൈദ ഇതുപോലെ 2 സൈഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ചപ്പാത്തി കനത്തിൽ പരത്തിയെടുക്കണം. ഈ ഒരു ഷേപ്പിലും ഈ ഒരു കനത്തിലും വേണം പരത്തിയെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് എങ്ങനെ വെച്ച് കൊടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ചെറിയൊരു പാത്രം വെച്ച് കൊടുക്കണം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുത്ത് കനം കുറച്ച് ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പം മാവിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് വിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഫില്ലിങ് ഫുള്ളായിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം സെൻറ്ററിലുള്ള ആ ഒരു ബൗള് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. നമ്മൾ മാവിൻ്റെ 2 സൈഡിൽ നിന്നും വിട്ട് നിൽക്കുന്ന രീതിയിലാണ്, നടുക്കായിട്ടാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് 2 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു അളവിലും തയ്യാറാക്കാം, ഇല്ലെങ്കിൽ തീരെ ചെറുതായിട്ട് വീണ്ടും അതിനെ ഒന്നുകൂടെ കട്ട് ചെയ്തെടുത്തും തയ്യാറാക്കാം. നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി, നന്നായിട്ട് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് വേണമെങ്കിൽ മൈദാമാവ് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഞാനിവിടെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ ഓയിൽ വെച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെ വളരെ ചെറിയ സൈസിൽ നമ്മൾ എടുത്തിരിക്കുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് വരും. അധിക സമയമൊന്നും ഓയിലിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഈ ഒരു റെസിപ്പിക്കുണ്ട്. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഈസി സ്നാക്ക് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഈ റെസിപ്പി തയ്യാറാക്കാനും നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സെയിം ഫില്ലിങ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ബോളുകളാക്കി എടുക്കുക. ചപ്പാത്തി മാവിൻ്റെ വലിപ്പത്തിലുള്ള ഉരുളകളാണ് എടുക്കുന്നത്. കൈ ഒന്ന് നനച്ച ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ നടുവിലായി ചെറിയൊരു കുഴിവ് വരുന്ന പോലെ വേണം ഓരോ ഉരുളകളും നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്.
അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കണം. നമുക്ക് ഇതേ ഫില്ലിങ് വെച്ച് തന്നെ കട്ട്ലേറ്റും തയ്യാറാക്കി എടുക്കാം. ഈ എടുക്കുന്ന ഓരോ ബോളുകളും കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് മുട്ടയിലും ബ്രെഡ് പൊടിയിലും മുക്കി പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റും ഈ ഒരു മിക്സ് വെച്ച് തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബാറ്ററാണ്. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ലൂസായിട്ടിരിക്കണം, കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കണം. ഇപ്പോൾ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്തായി നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് വെർമിസെലിയാണ്. നമ്മുടെ ഇവിടെ വറുത്ത സേമിയാണ് എടുക്കുന്നത്. വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് വറുത്ത് ഈ ഒരു ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ പൊട്ടറ്റോ മിക്സ് എടുക്കാം. ഈ ബാറ്ററിലേക്ക് ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് വറുത്ത സേമിയയിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഫുള്ള് കവർ ചെയ്തെടുക്കണം. നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് വീണ്ടും ആ കറക്റ്റ് ഷേപ്പ് ഒന്ന് ആക്കിയെടുക്കാം. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്, എങ്കിലേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഏതാണ്ട് ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരുപാട് എണ്ണയൊന്നും കുടിക്കത്തൊന്നുമില്ല, നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റാം. ഇപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഇരിക്കും, നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കിളിക്കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒന്ന് തേച്ച് കൊടുക്കാം. നമുക്കിതിന് പകരം വേണമെങ്കിൽ മയോണൈസ് ആണെങ്കിലും തേച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് കിളിക്കൂടിൽ ഓരോ മുട്ട വെച്ച് കൊടുക്കാം. അതിനായിട്ട് കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കാടമുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ കിളിക്കൂടും സെറ്റായിട്ടുണ്ട്, അതുപോലെ തന്നെ കിളിയുടെ മുട്ടയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഈസി ആയിട്ടുള്ള റെസിപ്പിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഫില്ലിങ് വെച്ച് തന്നെ ഇപ്പം 2 റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് കട്ട്ലേറ്റും തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ സമൂസയ്ക്ക് ഫില്ലിംഗ് ആയിട്ടും ഇതേ ഫില്ലിംഗ് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എല്ലാം കൂടി ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇത്രയും വലിച്ചു നീട്ടി വീഡിയോ ഇട്ടാൽ ആരും കാണത്തുമില്ല. അതുമാത്രമല്ല, ഈസി ആയിട്ട് കട്ട്ലേറ്റും സമൂസ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ 3-4 റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.